തെരഞ്ഞെടുപ്പിന് ഒരു വീറും വീര്യവും ആവേശവുമൊക്കെ വേണമെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ വേണം. ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചിഹ്നം ചുറ്റികാരിയുള്ള നക്ഷത്രം. താമര അടയാളത്തിൽ ഞങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ, വിജയശ്രീയിൽ ആരാധനമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ജയിക്കുന്നവരാണ് നാടിന്റെ ഭരണാധികാരികളാകുന്നത്. എന്നാൽ തങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒന്നുപോലും ഭരണാധികാരികൾ പരിഗണിക്കുന്നില്ലെന്നാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള നേതാക്കൾ പറയുന്നത്. ക്ഷേമനിധി അനുവദിക്കുക, അനാവശ്യമായ പോലീസ് നടപടികൾ അവസാനിപ്പിക്കുക, രാത്രി സമയ പരിധി കഴിഞ്ഞ് നടക്കുന്ന പരിപാടികൾക്ക് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരെ ഒന്നാം പ്രതികളാക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് LSWAK മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതൊന്നും അധികാരികൾ കേട്ട ഭാവം നടിക്കുന്നില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊന്നും വോട്ട് ചെയ്യാൻ തങ്ങൾ ഉണ്ടാവില്ലെന്ന് LSWAK ചാവക്കാട് മേഖലാ നേതാക്കൾ പറഞ്ഞു. വോട്ട് ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുന്ന കക്ഷിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കാര്യവും പരിഗണിക്കും. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സംഘടനയുടെ ബലവും ശക്തിയും അധികാരികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖലാ കമ്മിറ്റി സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് ഒരു പ്രമേയത്തിലൂടെ ഒരു അഭിപ്രായം വെച്ചു. അതായത് ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടും ഒരു നേട്ടവും ഞങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിലോ മറ്റു തലത്തിലോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യില്ല എന്നുള്ള രൂപത്തിലും ഞങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ മാറ്റിവെച്ചുകൊണ്ടും ഞങ്ങളൊരു സമര പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്ന് ജില്ലാ കമ്മിറ്റിയോടും സംസ്ഥാന കമ്മിറ്റിയോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അടുത്ത ഘട്ടമായി സമരമാർഗത്തിലേക്ക് തിരിയുമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖല പ്രമേയത്തിലൂടെ അറിയിച്ചു.